റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കൊച്ചി ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ മിഹിറിന്റെ മാതാപിതാക്കൾ എറണാകുളം കളക്ടറേറ്റിലെത്തി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മൊഴി നൽകുകയാണ്. റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യയെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. ഡാനി ഇപ്പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, കുടുംബം പരാതി ഉന്നയിക്കുന്നതിനോടൊപ്പം ചില തെളിവുകളടക്കം അവർ ശേഖരിച്ചു എന്നാണല്ലോ അവകാശപ്പെടുന്നത്. ഈ വിവരങ്ങളെല്ലാം കൈമാറുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അഭിലാഷ്, നിലവിൽ ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അവർ സ്വന്തം നിലയിൽ നടത്തിയ ചില അന്വേഷണങ്ങൾ, അതായത് സുഹൃത്തുക്കൾക്കിടയിൽ ആണ് കൂടുതലായിട്ട് തന്നെയും അതോടൊപ്പം തന്നെ അവർക്കിടയിൽ നിന്ന് ശേഖരിച്ച ചില വാട്സപ്പ് ചാറ്റുകളും മറ്റു കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം ഡിജിറ്റൽ കാര്യങ്ങൾ നേരത്തെ പോലീസിന് കൈമാറിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ സിറ്റിംഗ് പുരോഗമിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് കൈമാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്പസമയം മുമ്പ് സിറ്റിംഗ് ആരംഭിച്ചു. ഡയറക്ടർ ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് പുരോഗമിക്കുന്നത്. കാക്കനാടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡിഇഒയുടെ ഓഫീസിലാണ് സിറ്റിംഗ് നടക്കുകയും ചെയ്യുന്നത്. ഇവിടേക്ക് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ അധികൃതർ, അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മിഹിറിൻ്റെ രക്ഷിതാക്കൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവർക്ക് പറയുവാനുള്ളത് എന്നതാണ് വ്യക്തമായും തന്നെ രണ്ട് ഭാഗത്തിനും ഈ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. കാരണം ഇവരുടെ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പരാതിയിൽ നടപടികൾ ഉണ്ടായില്ല എന്നത് സംബന്ധിയായ കാര്യങ്ങളാണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണങ്ങൾ, ആ കുട്ടി സ്കൂളിൽ വലിയ രീതിയിലുള്ള റാഗിംഗ് നേരിട്ടു, കടുത്ത അപമാനവും പീഡനവും എല്ലാം നേരിട്ടിട്ടും ഇത് സ്കൂൾ അധികൃതർ അറിയാതെ പോയതെങ്ങനെ, അവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ട് തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് എന്താണ് സ്കൂൾ അധികൃതർക്ക് നൽകാനുള്ള വിശദീകരണം എന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുന്നത്. നേരത്തെയും സ്കൂൾ അധികൃതർ ഇതെല്ലാം തന്നെ നിഷേധിച്ചു. ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന നിലപാടിലാണ് അവരുള്ളത്. അന്വേഷണവുമായി തങ്ങൾ ഏത് രീതിയിലും സഹകരിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ആ ദിവസങ്ങളിൽ ഇത് കൊടുത്തിട്ടുണ്ട് എന്നതടക്കം അവർ പറയുകയും എല്ലാം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവർ പറയുന്നത് രക്ഷിതാക്കൾക്ക് ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊരു പരാതി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതിൽ രക്ഷിതാക്കൾ നൽകുന്നൊരു വിശദീകരണം അവരുടെ നിലയിൽ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. തുടർന്നാണ് പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചതെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്ന് ഈ സിറ്റിങ്ങിലെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒപ്പം ഇവർ നൽകുന്ന ഒരു പരാതിയിൽ നേരത്തെ പഠിച്ചിരുന്ന ജെംസ് ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. അവിടെ വൈസ് പ്രിൻസിപ്പലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കൃത്യമായ രീതിയിൽ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ അത് പോലീസിന് മൊഴി നൽകിയപ്പോഴും ഇത് ആവർത്തിച്ചു. ജെംസ് പബ്ലിക് സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നൊരു തുടർ നടപടി എന്ന രീതിയിൽ അദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സസ്പെൻഷനിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നലെ ജെംസ് സ്കൂൾ അധികൃതർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. കാരണം കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നതായതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ അതിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയില്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതായിട്ട് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഏതായാലും ഇത്തരം നടപടികളോ കാര്യങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് ഇവർക്ക് നൽകാനുള്ള വിശദീകരണം എന്നതടക്കം ആരായുകയാണ്. ഏതായാലും അത് സിറ്റിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഡാനി, ഇന്നിപ്പോൾ ഈ മാതാപിതാക്കളെ മാത്രമാണോ വിളിപ്പിച്ചിട്ടുള്ളത്, അതെയോ സ്കൂൾ അധികൃതരെ? ഡാനി സൂചിപ്പിക്കുന്ന പോലെ ഗ്ലോബൽ സ്കൂൾ അധികൃതർ ഇതെല്ലാം നിഷേധിക്കുകയാണല്ലോ. അങ്ങനെ ഒരു പരാതി ലഭിച്ചിരുന്നില്ല കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് എന്നൊക്കെയാണല്ലോ നേരത്തെ സ്കൂളിന്റെ പ്രതികരണമായി പുറത്തു വന്നിട്ടുള്ളത്. സ്കൂൾ മാനേജ്മെൻറ്റ്, സ്കൂൾ പ്രതിനിധികൾ, അതായത് അവരുടെ പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 3 പേരടങ്ങുന്ന ഒരു സംഘം ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരെയും അകത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം മിഹിറിൻ്റെ രക്ഷിതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും രണ്ട് ഭാഗത്തിലുള്ളവരെയും ഒപ്പം ഇരുത്തിയാണോ ചർച്ചയെന്ന് വിശദമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും രണ്ട് വിഭാഗത്തിലുള്ളവരെയും അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഇവർക്ക് പറയുവാനുള്ളത്, ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് തന്നെ അന്വേഷിക്കുന്നത്. നേരത്തെയും നമ്മൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് പറയുന്നത് തങ്ങൾക്ക് ഇതുമായി ഈ റാഗിംഗ് സംബന്ധിയായ കാര്യങ്ങളിലുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ല. മാത്രമല്ല ആദ്യഘട്ടത്തിൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി ഇതിൽ ഉയർന്നു വന്നിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആ ദിവസങ്ങളിൽ മിഹിറിനെ കണ്ടിരുന്നു.
പല വിദ്യാർത്ഥികളും പറഞ്ഞിരുന്നു. പക്ഷേ മിഹിർ വളരെ സന്തോഷവാനായ ഒരാളായിരുന്നു എന്നതെല്ലാമാണ് അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്ന കാര്യങ്ങൾ. എന്താണ് ഇതിൽ കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ അവർ ഏത് അന്വേഷണവുമായി സഹകരിക്കാമെന്നൊരു പൊതു നിലപാടിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് 2 ദിവസത്തിനകം സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അഭിലാഷ്, പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസിൽ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ ഒരു 10 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഹിൽ പാലസ് പോലീസിലെ CA ആണ് അതിന് നേതൃത്വം നൽകുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം GPS ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ അധികൃതരെ ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാനായിട്ട് വിളിച്ചിരുന്നു. കുടുംബം ആരോപിക്കുന്നത് പ്രധാനമായും തന്നെ ഒരു 3 സംഘങ്ങളുണ്ട് ഈ സ്കൂളിനകത്ത് ഉണ്ടായിരുന്നു. അവരാണ് ഈ കുട്ടിയെ കൂടുതലായിട്ട് തന്നെ ഉപദ്രവിച്ചത്. അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ട്. പക്ഷേ അവർ 2 പേരുടെ മൊഴിയെടുക്കാൻ മാത്രമേ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവർക്കൊരു പരീക്ഷാ സമയമായതുകൊണ്ട് അതുവരെ കാത്തിരിക്കാം, അല്ലെങ്കിൽ അത് കഴിയട്ടെ എന്ന ഒരു നിലപാടിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പോലീസിനോടൊരു നിർദ്ദേശവും അതാണ്. അവരെയും കുട്ടികളായിട്ട് തന്നെ കാണുന്നു എന്ന രീതിയിലാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണവും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണവും സമാന്തരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അഭിലാഷ്. യെസ്, ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് റാഗിങ്ങിനെ തുടർന്നാണ് എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട തെങ്ങമത്ത് കടയിൽ കയറി യുവാക്കളുടെ ആക്രമണം. മദ്യലഹരിയിൽ ആക്രമണം. നിരവധി കേസുകളിൽ പ്രതികളായ യുവാക്കളാണ് ആക്രമണം നടത്തിയത്. ശശി നാരായണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശി, ഇതിലിപ്പോൾ ഈ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ മർദ്ദനം ഏൽക്കുന്നത് കടക്കാരനാണ് എന്ന് തോന്നുന്നു. പക്ഷെ ഒരാളെ തന്നെ വളഞ്ഞിട്ട് അവർ ആക്രമിക്കുന്നു, അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ ഒരു പൂർണ്ണരൂപം? അഭിലാഷ്, ഇന്നലെ രാത്രിയിലാണ് 7 മണിക്ക് ഈ അടൂർ തെങ്ങമത്തുള്ള ചായക്കടയിൽ ഇത്ര ഒരു സംഘടന ഉണ്ടാവുന്നത്. ഇത് പ്രധാനമായും വിഷ്ണു അഭിരാജ് എന്ന് പറയുന്ന 2 യുവാക്കൾ മദ്യപിച്ചെത്തുകയും അവർ കടയിൽ ഉണ്ടായിരുന്ന ഒരാളുമായി വാക്കേറ്റം ഉണ്ടാവുകയാണ് ഉണ്ടായത്. നേരത്തെ കടയിൽ വെളിയിൽ വെച്ചൊരു വാക്കേറ്റം ഉണ്ടായതിനു ശേഷമാണ് ഈ കടയ്ക്കുള്ളിലേക്ക് വരുന്നത്. തുടർന്ന് അതേ ചൊല്ലിയുള്ള തർക്കം പിന്നീട് ഈ സംഘർഷത്തിലേക്കും അടിയിലേക്കും കലാശിക്കുകയായിരുന്നു. കടയിലെ ജീവനക്കാരെയും അതുപോലെ തന്നെ കട ഉടമയും ഇവർ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വഴിയിൽ വെച്ച് പ്രശ്നമുണ്ടായ യുവാവാണ് കടയിലേക്ക് കയറിയ അയാളെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം കട ഉടമയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി വീശി ഒരു ഭീകരാന്തരീക്ഷം കടയ്ക്കുള്ളിൽ ഇവർ സൃഷ്ടിച്ചു. വിഷ്ണു അഭിരാജ് എന്ന് പറയുന്ന 2 യുവാക്കളാണ്. ഇവർ 2 പേരും മദ്യലഹരിയിലായിരുന്നു. ഇവർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇവര്.